ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയും മകനും കൂടി സച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ വരുവട, അവൻ എനിക്ക് തന്ന ഉറപ്പാ, അവൻ വരുമെന്ന് അമ്മ തറപ്പിച്ച് പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രവിയേട്ടന് ഒരു സന്തോഷമായി. കാര്യം എൻ്റെ രണ്ട് മക്കളും പഠിത്തക്കാരൊക്കെ ആണെങ്കിലും എനിക്കൊരു ആവശ്യം വന്ന് എനിക്ക് അവനെ ഉള്ളെന്നൊക്കെ പറഞ്ഞു. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, അവൻ വരും, അവൻ വരാതിരിക്കില്ല എന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ വന്ന് അവന് കൊള്ളാമെന്ന് അച്ഛനും. ദേ, അല്ലെങ്കിൽ എന്നത്തോടെ തീരും അച്ഛനും മകനുമായിട്ടുള്ള ബന്ധമെന്നും പറഞ്ഞ് ഇവരിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം രവേട്ടൻ അങ്ങോട്ട് പോയി അമ്മ അന്നേരം അവിടെ ആ ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതേസമയം പിന്നെ കാണിക്കുന്നത് സുധിയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ, നീ എന്താണ് മോൻ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഗസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങിയെന്നും പറഞ്ഞ് അമ്മ അങ്ങോട്ടേക്ക് ചെന്നു. നിനക്ക് എന്താ പറ്റിയേ? നിന്റെ മുഖത്ത് വല്ലായ്മയുണ്ടല്ലോ, എന്താ കാര്യം എന്താണെന്ന് അമ്മ ചോദിക്കുമ്പോൾ മോനൊന്നും മിണ്ടുന്നില്ല. എന്താണ് മക്കളെ, എന്തുണ്ടെങ്കിലും നീ അമ്മയോട് പറയാമല്ലോ, നീ പറയാൻ പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ല അമ്മയെന്നും പറഞ്ഞ് മകൻ ഇങ്ങനെ വിഷമിക്കുമ്പോൾ, നിന്റെ മനസ്സിൽ എന്തോ സങ്കടം ഉണ്ടെന്ന് അമ്മയ്ക്കറിയാം, കാര്യം പറയാൻ പറഞ്ഞു. എനിക്കറിയാം നിന്റെ ഈ ചിന്തയ്ക്ക് കാരണം എന്താണെന്നൊക്കെ. ഒന്നുമില്ലമ്മേ, ഒന്നുമില്ലെന്നൊന്നും പറയണ്ട. ആ കടക്കാരൻ രേവതിയുടെ വീട്ടുകാരുടെ കടം നിന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും സുധി ഒന്നും മിണ്ടുന്നില്ല. അമ്മേ, അത് ആ ഗുണ്ടകൾ കയറി വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സേ പാതി ചത്തതാ. നിനക്കറിയാവോ, നമുക്ക് ചേരുന്ന ബന്ധമേ അല്ല എന്ന് ആദ്യം തൊട്ടേ തോന്നുന്നതാ എനിക്ക്. ഇപ്പം അത് പൂർണ്ണമായി. നിൻ്റെ അച്ഛൻ്റെ ഒറ്റ വാശിയെന്നല്ല അതിനെ പറയുന്നത്, മണ്ടത്തരം എന്നാ പറയണ്ടേ. മണ്ടത്തരം ഇതിനെ പറയുന്നത്. ഈ സമയത്ത് ഇത് പറയാവോന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല. പക്ഷേ നിന്റെ മുഖം കാണുമ്പോൾ, നിന്റെ ഉള്ളിലെ സങ്കടം കാണുമ്പോൾ പറയാതിരിക്കാനും അമ്മയ്ക്ക് പറ്റുന്നില്ലട മക്കളെ. ഇപ്പോൾ ഈ നിമിഷം നിനക്ക് തീരുമാനിക്കാം, ഈ കല്യാണം വേണോ വേണ്ടയോ എന്ന്. എന്ത് തീരുമാനിച്ചാലും അമ്മയുണ്ടാകും നിന്റെ കൂടെ. പറ സുധി, കല്യാണം വേണോ വേണ്ടയോ നീ പറയാൻ പറഞ്ഞു. തീരുമാനം എടുക്കാനുള്ള അവസാനത്തെ ചാൻസാണിത്, അത് മിസ് ചെയ്യരുതെന്നും പറഞ്ഞു. എന്താ മോൻ്റെ തീരുമാനമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രേ എന്നും പറഞ്ഞ് ഭാമ അങ്ങോട്ടേക്ക് വന്നു. നീ ഇങ്ങ് വന്നേന്നും പറഞ്ഞു. അപ്പോൾ ഭാമ വിളിച്ചപ്പോൾ അങ്ങ് ചെന്നു. നീ എന്ത് പണി ഈ കാണിക്കുന്നത്? ഈ സമയത്ത് നിൻ്റെ മോൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് കയറ്റി കൂട്ടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ, അതല്ല ഭാമേ, എനിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പലിശക്കാർ വന്നിരിക്കുകയല്ലേ, വാളും കുറുവടിയൊക്കെ ആയിട്ട്. ആര് കേട്ടാലും നമ്മളെ കുറ്റപ്പെടുത്തില്ല, ന്യായം നമ്മുടെ ഭാഗത്തല്ലേ, അതുകൊണ്ടാ. അപ്പം അതൊക്കെ ശരിയാണ്. എന്നാലും കല്യാണ പന്തലിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങുക എന്നൊക്കെ പറയുന്നത് അത് ശരിയല്ല എന്ന് ഭാമ അന്നേരത്തേക്കും പറയാം. ഇതൊക്കെ സുധി കേൾക്കുന്നുണ്ടേ. അതിൻ്റെ ശാപം 7 തലമുറ അത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും. ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് നിങ്ങളുടെ കുടുംബം ഭസ്മമാക്കി കളയും. അതൊന്നും വേണ്ട ചന്ദ്രയെന്ന് കൂട്ടുകാരിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. ആ സമയം അവൻ പറയട്ടെ വേണോ വേണ്ടയോ എന്ന്. അവനല്ലേ ഇത് തീരുമാനിക്കേണ്ടതെന്ന് ചന്ദ്ര പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, ഇനിയിപ്പോൾ എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണെന്നും പറഞ്ഞ് പുള്ളിക്കാരി അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു. ഈ സമയത്ത് ചന്ദ്ര സുധിയുടെ അടുത്തേക്ക് വീണ്ടും ചെന്നു. നീ പറ എന്നും പറഞ്ഞു. അപ്പോൾ അവളുടെ കുടുംബ പശ്ചാത്തലം അതാണ് ഞാൻ ഇതൊക്കെ മോനോട് പറയാനുള്ള കാരണം. നീ പറ. ബന്ധുവലെന്ന് വെച്ചാലേ അത് സഹായം എന്ന് തന്നെ അർത്ഥം. അതുണ്ടാകണമെങ്കിൽ കാശുള്ള വീട്ടിൽ നിന്ന് കിട്ടുകയും വേണം. അത് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി കാശിലെന്ന് വെക്കുക സഹിക്കാം, പക്ഷേ കടക്കാരി പെണ്ണിനെ കെട്ടേണ്ട ഗതികേട് നിനക്കില്ല എന്ന് നീ ഓർക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അമ്മ മകനോട് പറഞ്ഞു കൊടുക്കുമ്പം, എന്തായാലും കാര്യങ്ങൾ ഇവിടം വരെ ആയില്ലേ അമ്മേ. നമ്മളെ ഇവിടെ എത്തിച്ചേർത്തത് ഒരു ശക്തിയാണ്. ആ ശക്തി തീരുമാനിക്കട്ടെ ഇനി എന്ത് വേണമെന്ന്. അത് കേട്ടപ്പോൾ ചന്ദ്ര ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുക. ഞാനെല്ലാം ഇപ്പോൾ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ, നീ എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിച്ചു അമ്മ പറഞ്ഞതുപോലെ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ എന്തായാലും ഇപ്പോൾ തയ്യാറല്ല, എനിക്ക് കഴിയില്ല അതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ എന്നോട് വിരോധമൊന്നും തോന്നരുതെന്നൊക്കെ പറഞ്ഞ് മകൻ അങ്ങോട്ടേക്ക് പോയി. ചന്ദ്ര ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഈ സമയത്ത് ഭാമ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, കണ്ടോ, നിൻ്റെ മകന് പോലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഇപ്പോൾ. ഒരു ദുരന്തം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ സമനില തെറ്റുന്ന ചില സമയങ്ങളുണ്ട്. അപ്പം നിൻ്റെ മോനിപ്പോൾ അതാ സംഭവിച്ചിരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ചന്ദ്ര വിഷമിച്ച് നിൽക്കുക. മകൻ്റെ സമനിലയും തെറ്റിയോ എന്നുള്ളൊരിതിൽ അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. ഈ നേരത്താണ് നീലിമയും കൂട്ടുകാരിയും കൂടെ വണ്ടിയിൽ വരുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നീലിമ വരുന്നത്. അപ്പോഴേക്കും സുധിയുടെ കോൾ അങ്ങോട്ടേക്ക് വന്നു. സുധിയാണല്ലോ എന്ന് പറഞ്ഞ് നീലിമ കോൾ എടുക്കുന്നു. അപ്പം നീലിമ ആ കോൾ എടുത്തിട്ട് അവിടെ തന്നെ അങ്ങോട്ട് വെച്ചു. എടുക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പം നീ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു. അതാ സുധിയാന്നേ കിടന്ന് വിളിക്കുന്നത്. കുറച്ച് നേരം അവൻ അവിടെ കിടന്ന് ടെൻഷൻ അടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നീലിമ പറയുക. അപ്പോൾ ഭയങ്കര സംശയരോഗി അയാൾ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അയാൾ ഏത് നേരം എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം നീ ബാങ്കിലെത്തിയോന്ന് അറിയാനായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ, അതിന് 10 മണി ആവണ്ടേ, അല്ലാണ്ട് വല്ല നടക്കുമോ? ടൈം അടക്കം എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് എന്നിട്ടും അയാൾ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നു. അപ്പം ഞാൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീലിമ, സുധിക്കാണ് ടെൻഷൻ കൂടി വരുന്നു. നീലിമ എടുക്കാതെ വന്നപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് ഫോണിനെടുത്തു. അപ്പോൾ നീ എന്തിനാ ഏത് നേരം ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ല നീ അവിടെ എത്തിയോ?
എന്താ ഞാൻ പോയോ എന്നൊക്കെയുള്ള നിനക്ക് സംശയമാണോ? ഞാൻ ഫോൺ ഏത് നേരം തുറന്നു വെക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ എപ്പോഴും വീഡിയോ കോൾ വിളിക്കാം. അതാകുമ്പോൾ എപ്പോഴും ഫോൺ ചെയ്ത് ശ്രുതിക്ക് ഇങ്ങനെ ചോദിക്കേണ്ടി വരില്ലല്ലോ എന്നൊക്കെ നീലിമ പറഞ്ഞപ്പോൾ, നീലു ഞാൻ എൻ്റെ ഒരു ടെൻഷൻ കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതിക്ക് എന്നെ വിശ്വാസമില്ല എന്ന് പറയും. അതാണ് ഈ ടെൻഷൻ്റെ കാരണം. അയ്യോ നീലു അങ്ങനെ പറയരുത്, എന്നാ ഇനി എന്നെ വിളിക്കരുതെന്നും ശ്രുതി ഞാൻ ഉടനെ തന്നെ ബാങ്കിൽ എത്തുമെന്നും എത്തിയാൽ ഉടനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ ഉടനെ ഞാൻ ശ്രുതിയെ വിളിക്കും, അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചതല്ലേന്ന് ചോദിച്ചപ്പം ശ്രുതി മറക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നതെന്ന് നീലിമ. സോറി ഇനി എന്തായാലും എൻ്റെ നീലുവിനെ ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എത്രമാത്രം എൻ്റെ ശ്രുതിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ശ്രുതിക്ക് അറിയാവോ? അതെനിക്ക് അറിയില്ല നീലു, ഞാൻ ഇനി ശല്യപ്പെടുത്തില്ലെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ശ്രുതി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ്. ഇപ്പം തന്നെ കാശ് കിട്ടുന്നു, അതിൻ്റെ ഇരട്ടി സന്തോഷമാണ് നീലിമയ്ക്ക്, കാശ് ഇപ്പം കയ്യിലേക്ക് കിട്ടുമെന്ന്. എന്തായാലും എൻ്റെ പെർഫോമൻസിൽ അവൻ വീണെന്നും പറഞ്ഞുകൊണ്ട് നീലിമ കൂട്ടുകാരോട് പറയാം. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എൻ്റെ നീലു, ഈ പാവങ്ങളെ എന്നൊക്കെ കൂട്ടുകാരി നീലിമയോട് പറഞ്ഞപ്പം തവളയ്ക്ക് എന്തായാലും എപ്പോൾ വേണമെങ്കിലും പാമ്പിൻ്റെ വായി പോകേണ്ടി വരും. അപ്പം പിന്നെ അതങ്ങനെ നോക്കി അങ്ങ് പോയാൽ മതി, കുറച്ച് നാളൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് നീലിമ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ച് അങ്ങനെ പോവുക. ശ്രുതി രേവതിയെയും അച്ഛനെയും പറ്റിക്കുന്നു, ഞാൻ ശ്രുതിയെ പറ്റിക്കുന്നു, അത്രേ ഉള്ളൂ. പറ്റിക്കുന്നവൻ എന്നും പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതൊരു പ്രകൃതി നിയമം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പം ആയിക്കോട്ടെ നീലിമേ ആയിക്കോട്ടെ എന്ന് കൂട്ടുകാരി ചിരിയും കളിയും തമാശയായിട്ട് ഇവരങ്ങ് പോകുന്നു. ഈ സമയത്ത് അവിടെ മണ്ഡപത്തിലെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക, കൊട്ടും മേളവും കുരവിയും ഒക്കെ ആയിട്ട്. അപ്പം എന്ത് സംഭവിക്കും എന്നുള്ളൊരു ടെൻഷനിലാണ് അവിടെ ഈ ചന്ദ്ര. അപ്പോൾ ചെറുക്കനെ ആദ്യം ഇവർ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞപ്പോൾ മകൻ വരുന്നത് കണ്ട് ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയോട് കയറി ഇരിക്കാൻ പറഞ്ഞു. ശ്രുതി അവിടെ കയറിയിരുന്ന് എല്ലാവരെയും തൊഴുതു. അപ്പോഴേക്കും ഗജാനന്ദൻ അവിടെ നിന്ന് ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു ഇവനെ എങ്ങനെ അടിച്ചു മാറ്റണം എന്നുള്ളൊരിതിൽ. അപ്പോൾ കൂടെ നിന്നവൻ, അണ്ണാ ചെറുക്കൻ മണ്ഡപത്തിൽ എത്തിയല്ലോ, അപ്പം എത്തട്ടടാ, അല്ല കല്യാണം തടയണ്ടേന്ന് ചോദിച്ചപ്പം, എടാ ഇപ്പം ചെറുക്കനല്ലേ വന്നുള്ളൂ, ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പെണ്ണും വരും, അപ്പം തന്നെ കല്യാണം ഒന്നും നടക്കില്ല, ചടങ്ങുകളൊക്കെ ഇല്ലട മോനെ, അതൊക്കെ തുടങ്ങി അങ്ങ് മുറുകട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ അതിൽ ഇടപെടൂ, അപ്പോഴേ എനിക്ക് ഇടപെടാനുള്ള ആ ഒരു അവസരമുള്ളൂ, മുഹൂർത്തത്തിന് തൊട്ട് മുൻപ്, അതാണ് ശരിക്കുമുള്ള സമയമെന്നും പറഞ്ഞ് ആശാൻ അവിടെ നിൽക്കുന്നു. കഥ ക്ലൈമാക്സിലെത്തട്ടെ, അപ്പം ഞാൻ എത്തിക്കോളാമെന്ന് പറഞ്ഞ ആളെ പറഞ്ഞു വിട്ടിട്ട് ഗജാനന്ദൻ ഇങ്ങനെ അവിടെ നിന്ന് ഫോണിലൊക്കെ വിളിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ശ്രുതിയുടെ അരികിലേക്ക് അച്ഛൻ ചെന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇവരെല്ലാവരും ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നു. രേവതി വരുന്നത് കണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും ഒരു വളച്ച ചിരിയൊക്കെ ചിരിച്ചങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞു ശ്രുതിയുടെ അരികിൽ വന്ന് നമ്മുടെ രേവതി ഇരുന്നു. അങ്ങനെ കല്യാണം ഇപ്പം നടക്കുമെന്നുള്ളൊരു കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തുന്നു. ശ്രുതി ഇങ്ങനെ രേവതിയെ നോക്കുന്നു, രേവതി ശ്രുതിയെ നോക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗജാനന്ദൻ ഇവരുടെ ഫ്രണ്ടിൽ വന്ന് അങ്ങനെ ഇരുന്നു. ഇത് കണ്ടപ്പോൾ ശ്രുതിക്ക് ടെൻഷനായി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ചടങ്ങുകൾ തുടങ്ങാമെന്ന് അവിടെ നിന്നവരൊക്കെ പറഞ്ഞു. പിന്നെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നു. ഈ സമയത്ത് ഗജാനന്ദൻ അവിടെ ഇരിക്കുകയല്ലേ, പെട്ടെന്നാണ് രേവതിയുടെ കയ്യിലേക്ക് ഈ വെള്ളമോ മറ്റെന്തോ ഇങ്ങനെ വീഴുന്നത്. അപ്പോൾ സോറി കൈതട്ടി വീണതാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നേരം പറഞ്ഞു. ശ്രുതിക്ക് ടെൻഷൻ കൂടിയേ. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആകെ വെപ്രാളം കാട്ടുന്നു. എല്ലാവർക്കും ആകെ ടെൻഷനായി. വേഗം തന്നെ ശ്രുതി അവിടെ നിന്ന് കഴുകാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. ശ്രുതിയുടെ ഡ്രസ്സിലേക്കാണ് മൊത്തം വീണത്. ശ്രുതി അത് കഴുകാൻ പോയപ്പോഴേക്കും ശ്രീ പിന്നാലെ ചെന്നു. ശ്രീ പിന്നാലെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊന്നും ഞാൻ എവിടെ ഇല്ലെങ്കിൽ നടക്കില്ലെന്നുള്ള രീതിയിൽ ശ്രീ അങ്ങ് പോയില്ല. അപ്പോൾ നമ്മുടെ ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പം ഗജാനന്ദൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കാം. എന്നിട്ട് അവൻ ഇനി തിരിച്ചു വരരുതെന്നും വണ്ടി കയറ്റി അങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഗുണ്ടയോട് പറയുന്നു. ചെറുക്കനില്ലാതെ നമ്മുടെ രേവതി കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ, ആ സമയത്താണ് എനിക്ക് അങ്ങോട്ടേക്ക് എൻട്രി ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയം ശ്രുതിയുടെ പിന്നാലെ പോവുക. അപ്പോൾ ആ മണ്ഡപത്തിൽ അത്രയും വലിയൊരു സംഭവം ഇവൻ നടത്തി വെച്ചു. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ അവിടെ നടക്കുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കുവാണ്, എന്ത് പറ്റി എന്നുള്ളൊരിതിൽ. ഈ സമയത്ത് ഗജാനന്ദനെ അച്ഛനും അതുപോലെ അമ്മയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കൂട്ടുകാരി എന്തൊക്കെയോ ചെവിയിൽ അടക്കം പറയാം, കല്യാണത്തിൻ്റെ ഈ സമയത്ത് എന്തെങ്കിലും അടിയും പിടുത്തമൊക്കെ വേണ്ടി വരുമല്ലേ ചന്ദ്രൻ ചോദിച്ചപ്പോൾ മിക്കവാറും വേണ്ടി വരുമെന്ന് ചന്ദ്രയും പറഞ്ഞു. അങ്ങനെ ഇവർ ആ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. രേവതിയാണ് വിഷമിച്ചിരിക്കുക. അപ്പോൾ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ രേവതിക്ക് ആശ്വാസമായിട്ട് എൻ്റെ കല്യാണത്തിനും ഇങ്ങനെയൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി സമാധാനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് ഇച്ചിരി സമാധാനമായി. കുറച്ചങ്ങ് മാറി ചെന്നു. എന്നിട്ടിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറി നിന്നിട്ട് നമ്മുടെ ശ്രുതി ഫോൺ എടുത്ത് വിളിക്കുവാണ്. അപ്പോൾ ബാങ്കിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ ബാങ്കിലേക്ക് വിളിക്കുന്ന സമയത്ത് മാനേജറുമായിട്ട് ഫോണിൽ സംസാരിക്കുക. അതായത് ഈ ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളെ പറ്റി. അപ്പോൾ അത് ട്രാൻസ്ഫർ ആയെന്ന് മാനേജർ നമ്മുടെ ശ്രുതിയോട് പറയണേ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ വല്ലാണ്ടായി. ട്രാൻസ്ഫർ ആവുകയും ചെയ്തു, വിഡ്രോ ചെയ്യുകയും ചെയ്തല്ലോ. അപ്പോൾ വിഡ്രോ ചെയ്തെന്നോ?
അതെ വിഡ്രോ ചെയ്തു. ആ 50 ലക്ഷം നീലിമയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്ക് സുധി ഞെട്ടി. അല്ല അങ്ങനെയല്ലല്ലോ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സോറി ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞു, നിങ്ങൾ നീലിമയായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. മാനേജർ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. സുധി പെട്ടില്ലേ, കാരണം നീലിമ ചതിക്കുകയായിരുന്നു സുധിക്ക് മനസ്സിലായി. മൊത്തത്തിൽ പണി പാൽമളത്തിൽ കിട്ടി. അപ്പോൾ നീലിമ എന്താ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേഗം തന്നെ നീലിമയെ ഫോൺ വിളിച്ചു. അപ്പം ഞാനത് അങ്ങനെ ചെയ്തത് ഇപ്പം തന്നെ സുധി മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങില്ലേ എന്ന് ചോദിച്ചു. അപ്പം സുധി മണ്ഡപത്തിൽ നിന്ന് മുങ്ങിയ ആ വിവരം അച്ഛൻ അറിയില്ലേ എന്ന് ചോദിച്ചു. കല്യാണം മുടങ്ങിയ ദേഷ്യത്തിൽ ആ ഫണ്ട് ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അച്ഛൻ ബാങ്കിനെ സമീപിച്ചാലോ, ഫണ്ട് ബ്ലോക്കായി പോയാലോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സുധി ചോദിച്ചപ്പോൾ എന്താ പറ്റാത്തത്? പേരെഴുതാത്ത ചെക്ക സുധിയുടെ അച്ഛൻ തന്നിരിക്കുന്നത്. ഒപ്പിട്ട ചെക്ക് ലീഫ് മോഷ്ടിച്ചാണ് ഫണ്ട് മാറ്റിയതെന്നൊക്കെ അച്ഛൻ പറഞ്ഞാലോ കാര്യം കഴിഞ്ഞോ? പിന്നെ നിയമം കയറി അങ്ങ് ഇടപെടും, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകും, നമുക്ക് ക്യാഷ് കിട്ടുകയില്ല. സുധി പേടിച്ച് പോയാലേ ക്യാഷ് മാറ്റിയെന്ന് അറിഞ്ഞപ്പോൾ അപ്പം നീലിമ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടാ അതേന്ന് പറഞ്ഞു നിൽക്കുക. ഞാൻ ചതിച്ചു എന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ സുധിന്ന് നീലിമ സുധിയോട് ചോദിക്കാം. സുധി എൻ്റെ കാമുകൻ മാത്രമല്ലല്ലോ, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനും കൂടിയല്ലേ, എൻ്റെ സുധിയെ ഞാൻ അങ്ങനെ ചതിക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഞാനെന്നാ ഇറങ്ങാൻ നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങിക്കോ, പെട്ടെന്ന് ഇറങ്ങിക്കോ, ഞാൻ നമ്മൾ താമസിച്ച വീട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞപ്പം ശരിയെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നീലിമ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് സുധിയും ഹാപ്പി, നീലിമയും ഹാപ്പി. അങ്ങനെ നമ്മുടെ സുധി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നാലുപാട് നോക്കി ഇറങ്ങാൻ തുടങ്ങുക. ആ സമയത്ത് ചന്ദ്ര അവിടെ നിന്ന് കൂട്ടുകാരുടെ ചെവി കടിച്ചു പറിക്കുക. ദൈവമേ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും രേവതിക്ക് ടെൻഷനായി. പുള്ളിക്കാരൻ വരാതെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവമേ എൻ്റെ മോൻ്റെ മുഖത്ത് ആകെ ടെൻഷനും പരിഭ്രമം ഒക്കെ ഉണ്ടായിരുന്നു, കുഴപ്പങ്ങളൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കൂട്ടുകാരിയോട് പറയുക. അപ്പം അതൊക്കെ കേട്ട് ഇവരും ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് എന്തൊക്കെയോ സംശയം പോലൊക്കെ തോന്നും. മുത്തശ്ശി ഇങ്ങനെ മൊത്തത്തിലൊക്കെ ഇങ്ങനെ നോക്കുന്നു. അപ്പം നീ അങ്ങനെയൊന്നും പേടിക്കല്ലേ ചന്ദ്രേ, എല്ലാത്തിനും പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകാരി ചന്ദ്രയെ സമാധാനിപ്പിക്കുന്നു. ഇതൊക്കെ രേവതി ഇരുന്ന് കേൾക്കുകയാണെന്ന് ഓർക്കണം. അങ്ങനെ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള ആ ഒരു ഇതിലാണ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് ഗജാനന്ദനോട് അണ്ണാ എനിക്കൊരു സംശയം ഉണ്ടെന്ന് ഗുണ്ട പറഞ്ഞു. എന്താ? മുണ്ട് മാറാൻ പോയ ചെറുക്കനെ നമ്മൾ തട്ടിക്കൊണ്ട് പോകുന്നു, ഇവിടെ കല്യാണം മുടങ്ങുന്നു, എന്നിട്ടും അണ്ണൻ ആ പെണ്ണിനെ കെട്ടിച്ച് തരാൻ അവളുടെ വീട്ടുകാർ തയ്യാറായില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പം എടാ കല്യാണ പന്തലിൽ വെച്ച് കല്യാണം മുടങ്ങാന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മരണതുല്യമായൊരു അവസ്ഥയാണെന്നും ആ ഗതികേട്ടിൽ നിന്ന് ആരവളെ രക്ഷിക്കാൻ വന്നാലും പെണ്ണിൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് ഗജാനന്ദൻ പറഞ്ഞു. അപ്പോൾ അതുമതി എന്നും പറഞ്ഞുകൊണ്ട് കൂടെ ഉള്ളവന്മാരിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയാതെ ഇപ്പോഴും മനക്കോട്ടയൊക്കെ കെട്ടി ഇങ്ങനെ സുധിയുടെ വഴിക്ക്, ഗജാനന്ദൻ്റെ വഴിക്ക്, അങ്ങനെ ഓരോ രീതിയിൽ കഥ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.